ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 274. നമ്മളിപ്പോൾ 59ാമത്തെ ഉപനിഷത്തായിട്ട് തൈത്തിരീയ ഉപനിഷത്താണ് നോക്കുന്നത്. ഇതിൽ ശിക്ഷാവല്ലി കഴിഞ്ഞു. ഇനി ബ്രഹ്മാനന്ദവല്ലിയിൽ ആദ്യത്തെ അനുവാദം നമുക്ക് നോക്കാം. ഇത് ആത്മാവിനേലം പറ്റിയുള്ളൊരു പരാമർശമാണ്. എന്താണ് പറയുന്നത് നോക്കാം. ബ്രഹ്മജ്ഞാനിയായ മഹാത്മാവ്. അപ്പോൾ ബ്രഹ്മതത്വം മനസ്സിലാക്കുന്നവൻ പരബ്രഹ്മത്തെ പ്രാപിക്കും. ബ്രഹ്മം എന്താണെന്ന്, ഏറ്റവും വലിയ ജ്ഞാനം എന്താണ്? ബ്രഹ്മം. കാരണം ബ്രഹ്മത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായത്. ബ്രഹ്മമാണ് ഈ പ്രപഞ്ചമായി മാറിയത്. ഉണ്ടാക്കിയതല്ല, ബ്രഹ്മം തന്നെ സ്വയം ഈ പ്രപഞ്ചമായിട്ട് മാറി. ആ ബ്രഹ്മത്തെ മനസ്സിലാക്കി കഴിഞ്ഞാലാണ് പിന്നെ ബാക്കിയെല്ലാം മനസ്സിലാക്കുന്നതിൽ അർത്ഥമുള്ളൂ. അപ്പം നമ്മൾ ആദ്യം മറ്റുള്ളതെല്ലാം മനസ്സിലാക്കും, എന്നിട്ട് അവസാനമാണ് ബ്രഹ്മത്തെ മനസ്സിലാക്കുന്നത്. അതുകൂടി മനസ്സിലാക്കുമ്പോൾ അവൻ പിന്നെ ബ്രഹ്മം തന്നെയായി മാറുമെന്നാണ് പറയുന്നത്. എന്നിട്ട് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, പരബ്രഹ്മ പരമാത്മാവ് സത്യസ്വരൂപനാണ്. സത്യം എന്ന് പറയുന്നതാണ് എന്നും നിലനിൽക്കുന്നത്, സനാതനം. ഇപ്പൊ ഇവിടെ ഒരു സാധനം ഉണ്ടെന്ന് വെച്ചോ, കുറച്ച് കഴിയുമ്പോൾ ഇത് ഇല്ലാതെയായി പോകുന്നു വെച്ചോ, അപ്പൊ ഇത് സത്യമാണെന്നൊന്നും പറയാൻ പറ്റില്ല. അത് കുറച്ചു കാലത്ത് അവിടെ കണ്ട്, അത് പക്ഷെ വേറെ എന്തോ ആണ്, ഇങ്ങനെ മാറുന്ന എന്തോ സാധനം. അപ്പൊ എല്ലാ കാലത്തും ഒരു മാറ്റവും ഇല്ലാതെ നിൽക്കുന്നതാണ് സത്യം. അത് ബ്രഹ്മമാണ്, ബ്രഹ്മസ്വരൂപമാണ്. അപ്പൊ സത്യമാണ് ബ്രഹ്മസ്വരൂപം. അത് നിത്യമാണ്, അത് എന്നും നിലനിൽക്കുന്നുണ്ട്, അതിന് ഒരു നാശവുമില്ല. അതാണ് സത്ത്. യഥാർത്ഥ സത്ത് എന്ന് പറയുന്നത് അതാണ്. അതിന് ഒരു കുറവുമില്ല, അത് പൂർണ്ണമാണ്, അതിനൊരു കുറവും ഇല്ല. അപ്പം ബ്രഹ്മം എന്ന ആ പരമാത്മാവിന് അതിന് ഒരു കുറവുമില്ല. പക്ഷെ നമുക്കെല്ലാം എന്തെല്ലാം കുറവുണ്ട്. കുറവില്ലാതെ ഒരു സാധനം ഈ ലോകത്തിലില്ല. ആകെ ഉള്ളത് ആ ബ്രഹ്മം മാത്രമാണ്. അത് ജ്ഞാനസ്വരൂപമാണ്. യഥാർത്ഥത്തിൽ അത് ജ്ഞാനത്തിൻ്റെ രൂപവും കൂടിയാണ്. അതുകൊണ്ടാണ് ബ്രഹ്മത്തെ ജ്ഞാനം അല്ലെങ്കിൽ വേദം എന്നെല്ലാം പറയുന്നത്. വേദം, ബ്രഹ്മം എല്ലാം ഒന്ന് തന്നെ. പ്രപഞ്ചമുണ്ടായത് സയൻസിലൂടെയാണ്. അപ്പോൾ ആ ജ്ഞാനം, ബ്രഹ്മം തൊട്ട് ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിൻ്റെ പിന്നിലുള്ള എല്ലാ ജ്ഞാനവും അതിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടായത്. അപ്പോൾ അതിനെ തന്നെ വേണമെങ്കിലും ബ്രഹ്മമായിട്ട് എടുക്കാം. അല്ലെങ്കിൽ ബ്രഹ്മത്തിൻ്റെ സ്വരൂപമാണ് ജ്ഞാനം. അദ്ദേഹത്തിൽ അജ്ഞാനം ലവലേശമില്ല, അത് പൂർണ്ണമായ ജ്ഞാനമാണ്. അതുകൊണ്ട് അജ്ഞാനം തീരെയില്ല. അത് എല്ലാം തികഞ്ഞത്, അതിനൊരു കുറവില്ലെന്ന് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അത് അനന്തമാണ്. അതിന് അറ്റമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായ അതിന് അറ്റമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തൊന്നും ഇല്ല. പിന്നെ എങ്ങനെ അറ്റമുണ്ടോ എന്ന് ചോദിക്കുന്ന? അറ്റമുണ്ടെങ്കിലല്ലേ അതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും ഉള്ളൂ. ഇതിന് അറ്റമില്ല, അതുകൊണ്ട് അതിൻ്റെ അപ്പുറത്ത് എന്താണെന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. അല്ലെ, ശരിക്കും ആ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അവസാനം ബ്രഹ്മ പരമാത്മാവായി തീരുന്നത്. അപ്പം അറ്റമില്ലാത്ത ഒരു സാധനത്തിന് അതിൻ്റെ അപ്പുറം എന്താണെന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. അതിൽ ശരിക്ക് ബുദ്ധിയിലൂടെ മനസ്സിലാക്കണം. അറ്റമുള്ള ഒരു സാധനത്തിന്, ഇപ്പം ഈ ബുക്കിനെല്ലാം ഒരു അറ്റമുണ്ട്, അപ്പം അതിൻ്റെ അപ്പുറം എന്താണെന്ന് ചോദിക്കാം. അറ്റമില്ലെങ്കിൽ അറ്റത്തിൻ്റെ അപ്പുറം എങ്ങനെയാണ് എന്താണെന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് അത് അനന്തമാണ്, ദേശകാലങ്ങൾക്ക് അതീതമാണ്.
ദേശവും കാലമൊന്നും അതിനില്ല. കാരണം അത് എന്നുമുണ്ട്. പിന്നെ അതിന് ദേശം സമയമൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. അതിനതിരുകളൊന്നുമില്ല. അത് ആകാശത്തിൽ വസിക്കുമ്പോൾ തന്നെ, ആകാശം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന് മുകളിലുള്ള എല്ലാത്തിനും കൂടിയിട്ടാണ് ആകാശം എന്ന് പറയുന്നത്, അല്ലാതെ ഈ കുടമാരി കാണുന്ന ഒന്നല്ല. അപ്പോൾ ആകാശത്തിനും അതിരുകളില്ല. ആ ആകാശത്തിൽ അത് വസിക്കുമ്പോൾ അതേ അവസരത്തിൽ തന്നെ അത് എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ ജീവികളുടെയും ഹൃദയ ഗുഹയിൽ സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഹൃദയമാകുന്ന ഗുഹയിൽ അത് ഗുഹയിൽ നിന്ന് അത് ഒളിച്ചിരിക്കുകയാണ് അവിടെ. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് നമ്മുടെ ശരീരമായി മാറിയത്. അപ്പോൾ ഈ ശരീരം എല്ലാം അത് തന്നെയാണ്. ഇത് എന്തുകൊണ്ടാണ് ഹൃദയത്തിൽ ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്? കാരണം നമ്മളെ നാമാക്കുന്നതും നമ്മിൽ ചിന്തകൾ ഉണർത്തുന്നതും നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നതും എല്ലാം നമ്മളെ നാഡീവ്യൂഹങ്ങളാണ്. ഈ നാഡീവ്യൂഹങ്ങളുടെ കേന്ദ്രമാണ് ഹൃദയം. അപ്പം ഹൃദയമാണ് ശരീരത്തിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും നിയന്ത്രിക്കുന്നത്. അപ്പം അവിടെ ബ്രഹ്മം ഇരുന്നു കൊണ്ട് അവിടെ നിന്നാണ് ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത് കൊണ്ട് അതിൻ്റെ കേന്ദ്രം അതെന്ന് പറഞ്ഞതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് ഈ ശരീരമായി മാറിയതെങ്കിലും ഈ ശരീരത്തിൻ്റെ എല്ലാ കൺട്രോളിങ് സിസ്റ്റവും ആ ഹൃദയത്തിലായതുകൊണ്ടാണ് എല്ലാ നാഡികളും ഒത്തുചേരുന്ന ഒരു സ്ഥലമാണ് ഹൃദയം. അതുകൊണ്ട് അതാണ് അതിൻ്റെ IC, ഇന്നത്തെ കമ്പ്യൂട്ടറിലെല്ലാം പറയുന്ന IC, കൺട്രോളിങ് സിസ്റ്റം, പ്രോസസ്സർ. അപ്പോൾ അവിടെയാണ് അതിൻ്റെ കേന്ദ്രം. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ അത് വ്യാപിച്ചിരിക്കുന്നുണ്ടെങ്കിലും ഈ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിനായി അത് അവിടെയും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ നിലയിൽ ഒരാൾ അതിനെ മനസ്സിലാക്കണം. മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഒരു സംശയവുമില്ലാത്ത തരത്തിൽ മനസ്സിലാക്കണം. അത് ഇരുന്ന് ആലോചിച്ചിട്ട് മനസ്സിലാക്കണം. അല്ലാതെ ഇത് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഈ വിധം ഏതൊരാൾ സാധകൻ മനസ്സിലാക്കുന്നുവോ അവൻ ബ്രഹ്മത്തോടു കൂടിയാണ് വസിക്കുന്നത്. ആ ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ അവൻ ബ്രഹ്മസമാനമായി തീർന്നു. അവൻ ബ്രഹ്മത്തോടു കൂടി തന്നെയാണ് വസിക്കുന്നത്. അപ്പോൾ ആ ഒരു ജ്ഞാനം മനസ്സിലാക്കാൻ പറ്റുന്നവന് ഇനി ഭൗതിക ലോകത്തിലുള്ളതെല്ലാം മായയായിട്ട് തോന്നും. കാരണം എല്ലാം അത് കാട്ടിക്കൂട്ടുന്ന ഒരു കളികളാണ്. നമുക്കറിയാം, നമ്മളെ കുട്ടികൾ, ചെറിയ കുട്ടികൾ കടപ്പുറത്തിരുന്നിട്ട് മണ്ണുണ്ടാക്കിയിട്ട് വീടുണ്ടാക്കി പൊളിക്കുകയും കളിക്കുകയും എന്തെല്ലോ ചെയ്യും. നമുക്കതിന് എന്തൊക്കെ തോന്നുമോ? തോന്നില്ല. കാരണം അതൊരു പിള്ളറ കളി. അതുമാതിരി ബ്രഹ്മത്തെ മനസ്സിലാക്കുമ്പോൾ ബ്രഹ്മമാണ് ഈ പ്രപഞ്ചം ഉണ്ടാകുന്നത്, ഇവിടെ എല്ലാം ഉള്ളതെല്ലാം കാട്ടിക്കൂട്ടുന്നത്, നമ്മളെ ഹൃദയത്തിൽ ഇരുന്നുകൊണ്ട് നമ്മളെ കൊണ്ട് കളിപ്പിക്കുന്നത് അതാണ്. ഈ സത്യം മനസ്സിലാക്കിയവന് പിന്നെന്താണ്? അവന് മരിക്കാൻ പറ്റില്ല. അവൻ ആ ആ നിലയിൽ അതിനെ മനസ്സിലാക്കുന്നവൻ. എല്ലാം എന്നെ കൊണ്ടല്ല ഇത് ചെയ്യിപ്പിക്കുന്ന അതാണെന്ന് നമുക്ക് ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നവന് പിന്നെ എല്ലാം ചെയ്യുന്നത് ആ ബ്രഹ്മത്തോടൊപ്പം വസിച്ചുകൊണ്ടാണ് അവനെല്ലാം ചെയ്യുക. എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ മനസ്സിൽ ആ ബ്രഹ്മവുമായിട്ട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ടാണ് ചെയ്യുക. അലൗകികമായ രീതിയിൽ ഭോഗത്തെ അനുഭവിക്കുന്നു. അവൻ ബ്രഹ്മത്തോടൊപ്പം മനസ്സെപ്പോഴും ആ ബ്രഹ്മത്തിൽ, അതാണ് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്, അതേസമയം ഞാൻ ചെയ്തേ പറ്റൂ. അവനറിയാം എന്നെ സൃഷ്ടിക്കുന്നത് ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അലൗകികമായ രീതിയിൽ ലൗകിക ചിന്തകളൊന്നുമില്ലാതെ ഭോഗത്തെ അനുഭവിക്കുന്നു. ഭോഗത്തെ അനുഭവിക്കുകയും ചെയ്യും. അവന് തിന്നണ്ടേ, ജീവൻ നിലനിർത്തേണ്ടിക്ക് തിന്നു, അധ്വാനിക്കേണ്ടിക്ക് തിന്നേണ്ടി വരും. കാരണം എന്നെ സൃഷ്ടിച്ചത് കർമ്മം ചെയ്യാനാണ്. ഈ സത്യം മനസ്സിലാക്കുന്നത് അതാണ് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ചെയ്യും. കല്യാണം കഴിക്കേണ്ടിക്ക് കല്യാണം കഴിക്കും, കുട്ടികളുണ്ടാക്കേണ്ടിക്ക് കുട്ടികളുണ്ടാക്കും. എല്ലാം ബ്രഹ്മത്തിൽ മനസ്സർപ്പിച്ചുകൊണ്ട് യാന്ത്രികമായിട്ട് ചെയ്യും. അപ്പം തിന്നേണ്ടത് തിന്നീഞ്ഞ എല്ലാം ചെയ്യും. അവൻ ചെയ്യുന്നതെല്ലാം ചെയ്യും. ഇനിയോ ആ ബ്രഹ്മത്തിൽ നിന്നും ഉത്ഭവിച്ച ജഗത്ത്, ഇനി ആ ബ്രഹ്മത്തിൽ നിന്ന് എങ്ങനെയാണ് സൃഷ്ടി നടന്നതെന്ന് അറിയാം. ആ ബ്രഹ്മത്തിൽ നിന്ന്, ആ നിർഗുണമായ ബ്രഹ്മത്തിൽ നിന്നാണ് ഉത്ഭവിച്ച ജഗത്ത്
ഈശ്വരനാൽ പരിപൂർണമാണ്. അത് തന്നെ ഈ ജഗത്തായിട്ട് മാറിയിരിക്കുകയാണ്. അത് പൂർണ്ണനാണ്. അപ്പോൾ അതുണ്ടാക്കുന്ന പ്രപഞ്ചവും പൂർണ്ണം തന്നെയാണ്. ഈശ്വരനാൽ പൂർണ്ണനാണ്. അതുണ്ടാക്കിയിരിക്കുന്ന പ്രപഞ്ചത്തിന് പൂർണ്ണമായിട്ട് തന്നെയാണ് ഉണ്ടാക്കിയത്. ഒരു കുറവ് അതിനില്ല. ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടില്ല. ഇങ്ങനെ ഉണ്ടാകും, ഇല്ലാതെയാവും, ഉണ്ടാകും, ഇല്ലാതെയാകും. ആ ഈശ്വരനിൽ അതുകൊണ്ട് മനസ്സർപ്പിച്ചുകൊണ്ട് വിഷയങ്ങളിലേക്ക് അതിനായി സേവനം ചെയ്യണം. അപ്പോൾ ഒരാൾ ജനിച്ചത് എന്തിനു വേണ്ടിയാണ്? കർമ്മം ചെയ്യാനാണ്, സേവനം ചെയ്യാനാണ്, പല വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനാണ്. അപ്പോൾ അവൻ എന്ത് ചെയ്യണം? അതിൽ മനസ്സർപ്പിച്ചുകൊണ്ട് അവൻ ചെയ്യേണ്ട ജോലികൾ അങ്ങ് ചെയ്തു കൊടുത്തേക്കണം. കാരണം നമ്മളെ കർമ്മം തീരാതെ നമുക്ക് ബ്രഹ്മസാക്ഷാത്കാരം പറ്റില്ല. നമ്മളെ സൃഷ്ടിച്ച കർമ്മം ചെയ്യാനാണ്. അത് ഉള്ളിൽ നിന്ന് അത് തന്നെയാണ് ചെയ്യിപ്പിക്കുന്നത്. അപ്പം ചെയ്തു കൊടുത്തല്ലേ പറ്റൂ. അങ്ങ് ചെയ്തു കൊടുത്തേക്കോ. അവൻ ബ്രഹ്മത്തോടുകൂടി എല്ലാ ഭോഗങ്ങളും അനുഭവിക്കുന്നു. അവൻ ബ്രഹ്മത്തോടുകൂടി, മനസ്സ് ബ്രഹ്മത്തിലാണ്. എല്ലാ ഭോഗങ്ങളും അനുഭവിക്കും. ഭോഗം അനുഭവിക്കാൻ തിന്നണ്ടിക്ക് തിന്നും, കുടിക്കണ്ടിക്ക് കുടിക്കും. പിന്നെ കുടിക്കാതിരിക്കാൻ പറ്റുമോ? ദാഹമില്ല. ഭോഗങ്ങൾ അനുഭവിക്കും. ഇന്ദ്രിയങ്ങൾ വഴി ബാഹ്യ വിഷയങ്ങളെ അനുഭവിച്ചുകൊണ്ട് പരമാത്മാവിൽ തന്നെ സ്ഥിതി ചെയ്യും. അപ്പം ബാഹ്യ വിഷയങ്ങളെല്ലാം വീട് വെക്കും. ചിലപ്പോൾ വാഹനത്തെ കയറിയിട്ട് എവിടെയും പോകേണ്ടി വരും. അതെല്ലാം അവൻ ചെയ്യും. പക്ഷേ അവൻ്റെ മനസ്സെപ്പോഴും ബ്രഹ്മത്തിൽ തന്നെ ആയിരിക്കും. അവൻ്റെ മനസ്സ്, ബാഹ്യ ബുദ്ധി, ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾ പരമാത്മാവിൽ സ്ഥിതി ചെയ്തുകൊണ്ട് സംഭവിക്കുന്നു. അവൻ പരമാത്മാവിൽ, അവൻ്റെ മനസ്സ് അതിൽ തന്നെ ചേർന്നുകൊണ്ടാണ് അവൻ ഇന്ദ്രിയങ്ങളെയും ബുദ്ധിയെല്ലാം പ്രവർത്തിപ്പിക്കുന്നത്. ആളുകൾ നോക്കുമ്പോൾ അവൻ സാധാരണ ഒരു മനുഷ്യനെ പോലെയായിരിക്കും ജീവിക്കുന്നുണ്ടാവുക. പക്ഷേ അവൻ്റെ മനസ്സ് എപ്പോഴും അതിൽ തന്നെ ആയിരിക്കും. ഇനി അടുത്ത മന്ത്രത്തിൽ അഖിലത്തിൻ്റെയും ആത്മാവ് അതെങ്ങനെയാണ് പ്രപഞ്ചമായി മാറിയത് എന്നുള്ളതൊന്ന് അങ്ങനെയുള്ള ബ്രഹ്മം എങ്ങനെയാണ് ഈ പ്രപഞ്ചവും നമ്മളും എല്ലാമായി മാറിയത് എന്നൊന്ന് ചുരുക്കി പറയുകയാണ്. ആ അഖിലത്തിൻ്റെയും ആത്മാവായ അത് അന്തരാമിയായ പുരുഷോത്തമനിൽ നിന്നും ആദ്യമായി ആകാശതത്വം ഉത്ഭവിച്ചു. തത്വം എന്ന് പറയുമ്പോൾ സയൻസ്. ആകാശം എന്ന സയൻസാണ് ആദ്യം ഉത്ഭവിച്ചത്. എന്താണ് ആകാശം? ഏതോ ഒരു ശക്തിവിശേഷം പ്രപഞ്ചത്തിൽ. ആകാശം എന്ന് പറഞ്ഞാൽ അദൃശ്യമാണ്. അദൃശ്യമായ കുറേ ഊർജങ്ങളും എല്ലാം ആദ്യം ഉണ്ടായി. ആകാശം എന്ന് പറയുന്നത് ഊർജ നിലയിൽ കാണുന്നു. ആദ്യം ഇവിടെ ശൂന്യമായിരുന്നു. ആ ആകാശത്തിൽ ഏതോ ഒരു തരം ഊർജം ഉണ്ടായിരുന്നു. ആ അതെല്ലാം ആ സയൻസിനെയാണ് ആകാശതത്വം എന്ന് പറയുന്നത്. ആ സയൻസിൽ നിന്ന് ആദ്യം ഉണ്ടായത് എന്താണ്? വായുതത്വം ഉണ്ടായി. വായു എന്ന് പറഞ്ഞാൽ ചെറിയ കണങ്ങളെല്ലാം ഉണ്ടായി. വായുവിലെല്ലാം കണങ്ങളെല്ലാം ഉണ്ടായി. അതുകൊണ്ട് വായു ഉണ്ടായി. ഗ്യാസ് കുറച്ച് കട്ടിയാകുമ്പോഴാണ് ലിക്വിഡ് ജലമാവുക. ജലം കട്ടിയാകുമ്പോഴാണ് ഭൂമിയായി മാറുക, കരമായിട്ട് മാറുക. വായു പിന്നെ ജലമാവുന്നു, പിന്നെ കരമാവുന്നു. അപ്പം വായു തത്വങ്ങളുണ്ടായി. വായുവായിട്ട് ബന്ധപ്പെട്ട സയൻസുകളുണ്ടായി. വായു തത്വത്തിൽ നിന്നുമാണ് അഗ്നി ഉണ്ടായത്. വായുവിൽ നിന്ന് കണങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് ജലമെല്ലാം ഉണ്ടാകുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ എന്തും ഉണ്ടാകും? അഗ്നി ഊർജവും ഉണ്ടാകും. അഗ്നിയിൽ നിന്നും ജലതത്വം ഉണ്ടായി. അഗ്നിയും, അതായത് വായു കൂടിച്ചേരുമ്പോഴാണ്, ഹൈഡ്രജനും ഓക്സിജനും കൂടിച്ചേരുമ്പോഴാണ് അഗ്നി ഉണ്ടാകുന്നതും ജലമുണ്ട്. ഹൈഡ്രജനും ഓക്സിജനും കൂടിച്ചേരുമ്പോൾ ജലം പ്ലസ് ഇത്ര കലോറി ഊർജം എന്ന് പറയും. അപ്പോൾ അഗ്നി ഉണ്ടാകുന്നു, ജലവും ഉണ്ടാകുന്നു. കെമിസ്ട്രി പഠിച്ചവർക്കറിയാം. ജലം കട്ടിയാകുമ്പോഴാണ് ദ്രവം കട്ടിയാകുമ്പോൾ. അപ്പം ജലതത്വത്തിൽ നിന്നും, അതായത് ജലവുമായിട്ട് ബന്ധപ്പെട്ട സയൻസിൽ ഉണ്ടായി. ആ സയൻസ്, അതിൽ നിന്നാണ് ജലം ഉണ്ടായത്.
പിന്നെ എന്തുണ്ടായി? ഭൂമി തത്വങ്ങളുണ്ടായി. ഭൂമി ഉണ്ടാകേണ്ട സയൻസ്. ജലത്തെ തണുപ്പിച്ചാൽ, ലിക്വിഡിനെ തണുപ്പിച്ചാൽ ഭൂമിയായിട്ട് മാറും. അതിൽ നിന്നും ഔഷധങ്ങളും ധാന്യച്ചെടികളും ഉണ്ടായി. ഭൂമിയിൽ പിന്നെ ആദ്യമുണ്ടായത്, സൃഷ്ടിയിൽ ആദ്യമുണ്ടായത് നമ്മൾ സയൻസും പഠിക്കുമ്പോൾ ചെറിയ ചെറിയ ഫംഗസുകൾ തമ്മിലുള്ള ചെറിയ സസ്യങ്ങളാണ്. അതെല്ലാം വലുതായിട്ട് പരിവർത്തനം സംഭവിച്ചിട്ട് നമ്മളെ പരിവർത്തന സിദ്ധാന്തം തന്നെ ഇവിടെ പറയാം. അതിൽ പരിവർത്തനം എല്ലാം സംഭവിച്ചിട്ടാണ് ചെടികളും ധാന്യങ്ങളും ഔഷധങ്ങളും എല്ലാം ഉണ്ടായത്. ഔഷധം ഉണ്ടാകുമ്പോഴാണ് അതിന് ശരീരഘടനയായിട്ട് ബന്ധം വരുന്നത്, സസ്യങ്ങളായി മാറുന്നു. അവയിൽ നിന്നും മനുഷ്യരും ആഹാരവും ഉത്ഭവിച്ചു. അവയിൽ നിന്നാണ് മനുഷ്യരും ആഹാരവും ഉണ്ടായത്. ആദ്യം സസ്യങ്ങളാണ്. അത്തരത്തിൽ നിന്നും സ്ഥൂല മനുഷ്യന്റെ ശരീരം, പുരുഷൻ ഉണ്ടായി. ഇതിനെ ഒരു പക്ഷിയുടെ രൂപവുമായിട്ട് സങ്കല്പിച്ചുകൊണ്ട് പറയുകയാണ്. അപ്പം സസ്യങ്ങൾ ഉണ്ടായതിൻ്റെ ശേഷമാണ് പക്ഷികൾ ഉണ്ടായത്. ഇതിനെ പക്ഷികളുടെ രൂപവുമായിട്ട് ഉപമിച്ച് പറയുകയാണ്. നമ്മുടെ ഈ പുരുഷനുണ്ടാവുന്നത് നമ്മൾ ജീവജാലങ്ങൾ, മൃഗങ്ങൾ എല്ലാം, മൃഗങ്ങൾ പക്ഷികളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പം മനുഷ്യൻ്റെ തല പക്ഷീൻ്റെ തല. പക്ഷികളുടെ, നമ്മുടെ ഇടതേ കൈയും ഈ ഭാഗങ്ങളെല്ലാം പക്ഷിയുടെ ചിറകെല്ലാണ്. ഇടതേ ചിറക്, മറ്റേത് വലതേ ചിറക്. ഇടതും വലതും ചിറകുകൾ, പക്ഷീൻ്റെ ചിറകളാണ് നമ്മളെ രണ്ടു വശത്തുള്ള അവയവങ്ങൾ. പക്ഷിയുടെ രണ്ട് കാലുകളാണ് നമ്മളെ കാലുകളായിട്ട് തീർന്നത്. മധ്യത്തിലുള്ളതാണ് പക്ഷിയുടെ ശരീരം. ഇപ്പം നമ്മളെ തല എന്നത് പക്ഷീൻ്റെ സ്ഥലം, ഇടതേ കൈ എല്ലാം പക്ഷിയുടെ ചിറകുകൾ, ഇടതേ ചിറക്, മറ്റേത് വലതേ ചിറക്. പക്ഷിയുടെ ശരീരമാണ് നമ്മളെ നടുവിലുള്ളത്. പിന്നെ രണ്ട് കാലുകളാണ് പക്ഷിയുടെ കാലുകൾ. അപ്പം പക്ഷികളിൽ നിന്ന് പരിവർത്തനം സംഭവിച്ചിട്ടാണ് മനുഷ്യരും ജീവജാലങ്ങളുമെല്ലാം പരിവർത്തനത്തിലൂടെയാണ് സംഭവിച്ചത് എന്ന് ഈ ഒരു ഉപമയിൽ കൂടെ തന്നെ പറയാം. പക്ഷികളെ കമ്പയർ ചെയ്തിട്ട് നമ്മളെല്ലാം ഉണ്ടായി എന്ന് പറയുമ്പം പക്ഷികളാണ് ആദ്യം ഉണ്ടായത്. അതിൻ്റെ ചിറകളെല്ലാം പരിവർത്തനത്തിലൂടെ, അവർക്ക് ചിറകാണ് ആവശ്യം, നമുക്ക് കൈകളാണ് ആവശ്യം. ആ തരത്തിൽ അതിൻ്റെ രൂപം മാറിയിട്ടാണ് നമ്മളായി വന്നത് എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞു വച്ചിരിക്കുന്ന. ഒരുതരം ജനിതകമായ പരിവർത്തനങ്ങൾ വരുത്തി തന്നെയാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത്. അപ്പം എല്ലാത്തിനും അടിസ്ഥാനപരമായ ഒരു ഘടനയുണ്ട്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി. പക്ഷിക്ക് ചിറക് കൊടുത്തു, ആ ചിറകിൻ്റെ സ്ഥാനത്ത് നമുക്ക് കൈ തന്നു. അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി. അങ്ങനെ മൃഗങ്ങളിലൂടെ, ജീവജാലങ്ങളുടെ കാര്യമാണ്, നമ്മൾ മാത്രമല്ല ജീവജാലങ്ങളുടെയാണ്. അപ്പം പക്ഷികളിൽ നിന്നാണ് പരിവർത്തനത്തിലൂടെ ആദ്യം ചെടികൾ ഉണ്ടായി. പിന്നെ പക്ഷികളിലൂടെയാണ് ജീവജാലങ്ങളെ, അത് ജനിതക ഘടനയിലൂടെ മാറിയതാണ്, അല്ലാതെ പക്ഷി കയറിയിട്ട് ഇങ്ങോട്ടായതല്ല. അതിനനുസരിച്ച സൃഷ്ടിക്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനെപ്പറ്റി പിന്നീട് പറയാം. അപ്പം ഇത്തരത്തിലുള്ള ഒരു ലഘു വിവരണമാണ് ഇവിടെ ബ്രഹ്മം എങ്ങനെ, നിർഗുണമായ ബ്രഹ്മം എങ്ങനെ ജീവജാലങ്ങളായി മാറിയെന്ന് ഒരു ഒന്നാമത്തെ അനുവാദത്തിലൂടെ ബ്രഹ്മം എന്താണെന്നും ബ്രഹ്മം എങ്ങനെയാണ് നമ്മളെല്ലാമായി മാറിയത്, ജീവജാലങ്ങളെല്ലാമായി മാറിയതെന്നും ഒരു പരിവർത്തന സിദ്ധാന്തം തന്നെയാണ് ഇവിടെ പറഞ്ഞത്. പരിവർത്തനത്തിലൂടെ എങ്ങനെ നമ്മളെല്ലാമായി മാറി എന്നാണ്
ഇവിടെ ഒരു ലഘുവായ രീതിയിൽ പറഞ്ഞു തന്നിരിക്കുന്നുണ്ട്. ഇനി ബാക്കി അടുത്ത ക്ലാസ്സിൽ